നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ഇവിടെയായിരുന്നു കഴിഞ്ഞ നാളുകളിൽ 1-2 മാസത്തിന് മുമ്പാണ് നമ്മൾ നമ്മുടെ ചർച്ചയെ കൊണ്ടുവന്ന് നിർത്തിയത്. ഭീഷ്മന്റെ മനസ്സിലെ ശാന്തി നമുക്ക് തിരിച്ചറിയാൻ, ഈ ദൈവീ ഗുണത്തെ, ദൈവീ സമ്പത്തിനെ മനസ്സിലാക്കുവാനുള്ളൊരു നല്ലൊരു അവസരം അതുകൂടിയാണ് വ്യാസഭഗവാൻ ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കഥയെ ഇവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നത്. അല്ലയോ മഹാബാഹുവായിരിക്കുന്ന, മഹാപരാക്രമിയായിരിക്കുന്ന കൃഷ്ണ, അങ്ങ് പറഞ്ഞതെല്ലാം പരമസത്യം തന്നെയാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. അല്ലയോ കൃഷ്ണ, അങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള ഏതൊരു വലിയ സൈനിക ശക്തിയെയും, ഏതൊരു മഹാപരാക്രമിയെയും വളരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അങ്ങയ്ക്ക് അസാധ്യമായിട്ട് വേറൊന്നുമില്ല. എങ്കിലും അങ്ങയ്ക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. എങ്കിലും അല്ലയോ ശ്രീകൃഷ്ണ, അങ്ങയുടെ ആ പ്രതിജ്ഞയുണ്ടല്ലോ, അതിനെ കൈവിട്ട് കളയരുത്. ആ പ്രതിജ്ഞയെ അങ്ങ് പരിപൂർണമായിട്ടും നിലനിർത്തണം. ആ പ്രതിജ്ഞയെ നിലനിർത്തിക്കൊണ്ട് അങ്ങ് ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾക്ക് വേണ്ടുന്നതായ ഉപദേശവും സഹായവും ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ നിശ്ചയമായിട്ടും അങ്ങയുടെ സഹായത്തോടു കൂടിയിട്ട്, അല്ലയോ ഗോവിന്ദ, അങ്ങ് നാഥനായി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഭീഷ്മനെ തോൽപ്പിക്കാനാകും. കൗരവപ്പടെ പരിപൂർണമായിട്ടും ഉന്മൂലനം ചെയ്യാനാകും. അങ്ങയുടെ സത്യം പൂർണ്ണമായും രക്ഷിക്കപ്പെടവേ അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾ കൗരവരെ ജയിക്കുന്നത്, ഭീഷ്മനെ ജയിക്കുന്നത്, അതാണല്ലോ അഭികാമ്യമായിട്ടുള്ളത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങയുടെ സത്യം അങ്ങ് ലംഘിക്കുക പാടില്ല. ഇനി ഇക്കാര്യത്തിൽ ഒരു മാർഗം ഞാൻ കൺമുന്നിൽ കാണുന്നുണ്ട്. സമയസ്തു കൃത കശ്ചിത് മമ ഭീഷ്മേണ സംയോഗേ. അല്ലയോ കൃഷ്ണ, ഈ യുദ്ധത്തിൽ ഞാനും ഭീഷ്മനും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് ഭീഷ്മൻ സസന്തോഷം എനിക്ക് തന്നതായ വാക്കുമാണ്. അതൊരിക്കലും അദ്ദേഹം ലംഘിക്കില്ല. അദ്ദേഹം അത് പാലിക്കും. അതാണ് ഭീഷ്മനെ ജയിക്കുവാൻ പറ്റിയ മാർഗം എന്ന് എൻ്റെ മനസ്സിൽ, അല്ലയോ കൃഷ്ണ, ഇപ്പോൾ തോന്നുന്നു. എന്താ ഭീഷ്മൻ എന്നോട് പറഞ്ഞതെന്നറിയോ? മന്ത്രയിഷ്യേ തവാർത്ഥായ നതുയോത്സേ കഥഞ്ജന. അല്ലയോ യുധിഷ്ഠിര, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വേണ്ടുന്ന ഉപദേശമെല്ലാം തരും. യുധിഷ്ഠിരന് വേണ്ടിയിട്ടുള്ള ഉപദേശം എന്ന് വെച്ചാൽ അതിനർത്ഥം യുധിഷ്ഠിരൻ യുദ്ധത്തിനിറങ്ങി നിൽക്കുകയാണ്, ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശം. ഏതൊരു വ്യക്തിയും പടയിൽ ഇറങ്ങുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. പരാജയപ്പെടാൻ വേണ്ടിയിട്ട് ആരും യുദ്ധത്തിനിറങ്ങില്ല. അപ്പോൾ നിനക്ക് വേണ്ടുന്ന ഉപദേശം ഞാൻ തരും എന്ന് ഭീഷ്മൻ പറഞ്ഞാൽ അതിനർത്ഥം യുധിഷ്ഠിരൻ ജയിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഉപദേശം അദ്ദേഹം നൽകും, ആത്മാർത്ഥമായി നൽകും എന്നാണ്. അങ്ങനെ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആർക്കു വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുക? ദുര്യോധനാർത്ഥം യോത്സ്യാമി. ഞാൻ ദുര്യോധനു വേണ്ടി യുദ്ധം ചെയ്യും, നിനക്ക് വേണ്ടി ഉപദേശിക്കും.
നിന്നെ ജയിപ്പിക്കാൻ വേണ്ടി ഉപദേശിക്കും. നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഉപദേശിക്കും. നിന്റെ സൽപ്പേരിനെ, ശ്രേയസ്സിനെ, കീർത്തിയെ നിലനിർത്താൻ വേണ്ടുന്നതായ ഉപദേശം ഞാൻ തരും. പക്ഷേ യുദ്ധം ദുര്യോധനു വേണ്ടി ചെയ്യും. അല്ലയോ കൃഷ്ണ, ഈ വാക്ക് അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്നിട്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് തോന്നുന്നത് എന്തെന്നാൽ, സഹി രാജ്യസ്യ മേ ദാത മന്ത്രസ്യൈവ ച മാധവ. അല്ലയോ കൃഷ്ണ, അദ്ദേഹം ഭീഷ്മൻ എനിക്ക് രാജ്യം തരും, എനിക്ക് വിജയം തരും. വിജയം ഉണ്ടായാലല്ലേ രാജ്യം കിട്ടുള്ളൂ. എനിക്ക് രാജ്യം തരും, എനിക്ക് വിജയം തരും, രാജ്യം തരും. അതിന് വേണ്ടുന്നതായ മന്ത്രവും ഉപദേശവും അതും അദ്ദേഹം എനിക്ക് തരും. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നത്, തസ്മാത് ദേവവ്രതം ഭൂയോ വധോപായാർത്ഥമാത്മനഃ ഭവതാ സഹിത സർവേ പ്രയാമ മധുസൂദന. അല്ലയോ മധുസൂദന കൃഷ്ണ, നമുക്ക് ഈ രാത്രിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പടകുടീരത്തിലേക്ക് പോകണം. ദേവവ്രതനെ കാണണം, ഗംഗാദത്തനായിരിക്കുന്ന ഭീഷ്മനെ കാണണം, ശാന്തനവനെ കാണണം. എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? അദ്ദേഹത്തെ വധിക്കാനുള്ള ഉപായം എന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിക്കാൻ വേണ്ടി. ഈ ലോകത്തിൽ ആർക്കും അദ്ദേഹത്തെ വധിക്കാനാവില്ല. അത്ര കണ്ട് കരുത്തനാണ് അദ്ദേഹം. അത് ആയുധബലം കൊണ്ടും അഭ്യാസബലം കൊണ്ടും അതേപോലെ തന്നെ മന്ത്രസിദ്ധി കൊണ്ടും ബ്രഹ്മചര്യം കൊണ്ടും ഇങ്ങനെ സർവപ്രകാരേണയും മഹാതപസ്സുകൊണ്ട് അദ്ദേഹം അജയ്യനാണ്. ഇതുവരെയുള്ളതായ അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം മുഴുവൻ അതിന് ഉത്തമ ദൃഷ്ടാന്തങ്ങളുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമീപത്ത് ചെന്ന് അദ്ദേഹത്തോട് ചോദിക്കാം, അദ്ദേഹത്തെ വധിക്കാനുള്ള ഉപായമെന്ത് എന്ന്. അദ്ദേഹം അത് നിശ്ചയമായിട്ടും നമുക്ക് പറഞ്ഞു തരും. എന്തുകൊണ്ടെന്നാൽ എന്നെ ഉപദേശിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ജയിക്കാനുള്ള മാർഗം പറഞ്ഞു തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങയോടൊപ്പം ഭവതാ സഹിത സർവേ, നമ്മളെല്ലാവരും, നമ്മൾ സഹോദരങ്ങൾ 5 പേരും അങ്ങയോടൊപ്പം ഈ രാത്രിയിൽ നിരായുധരായിട്ട് നേരെ കൗരവന്മാരുടെ മുഴുവൻ അധിനായകനായിരിക്കുന്ന ഭീഷ്മന്റെ പടകുടീരത്തിലേക്ക് പോവുക. അവിടെ ചെന്ന് അദ്ദേഹത്തെ വന്ദിക്കുക, അദ്ദേഹത്തോട് ഇക്കാര്യം ചോദിക്കുക. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, സവക്ഷ്യതി ഹിതം വാക്യം സത്യമസ്മാൻ ജനാർദ്ദന. അല്ലയോ കൃഷ്ണ, നമുക്ക് ഹിതകരമായിരിക്കുന്ന വാക്യം അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും. സത്യത്തെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ അദ്ദേഹം ആ വധോപായം പറഞ്ഞു തന്നു കഴിഞ്ഞാലോ, അല്ലയോ കൃഷ്ണ, തഥാ കർത്താസ്മി സംയുഗേ, അദ്ദേഹം പറഞ്ഞ അതേ പ്രകാരത്തിൽ ഞാൻ അതിനെ പ്രവർത്തിപ്പിക്കും. ഈ പടയിൽ നാളെ തന്നെ അദ്ദേഹം പറഞ്ഞ ഉപായത്തെ ഞാൻ പ്രയോഗിക്കും. അതല്ലാതെ വേറെ ഒരു മാർഗമില്ല. ഇങ്ങനെ ഭീഷ്മനെ കൊല്ലാനുള്ള ഉപായം ഭീഷ്മനിൽ നിന്ന് തന്നെ അറിഞ്ഞ് അത് അടുത്ത ദിവസം പ്രവർത്തിപ്പിക്കാൻ മനസ്സ് കൈക്കൊള്ളുന്ന യുധിഷ്ഠിരന്റെ മനസ്സ് അപ്പോഴും വേദനിക്കുന്നുണ്ട്. അതിന് കാരണവുമുണ്ട്. യുധിഷ്ഠിരന് ഇഷ്ടമല്ല ഭീഷ്മനെ കൊല്ലാൻ. പക്ഷേ ഭീഷ്മനെ കൊല്ലാതെ നിർവാഹവുമില്ല. അവ പിന്നെ എന്ത് ചെയ്യും? കൊല്ലേണ്ടി വരും. ഇത് ക്ഷത്രിയധർമ്മമാണ്. യുദ്ധത്തിന്, ധർമ്മത്തിന്റെ വിജയത്തിന് വേണ്ടി യുദ്ധത്തിന് ഇറങ്ങി നിൽക്കുന്ന പടയാളിയുടെ ധർമ്മമാണ്. എങ്കിലും അദ്ദേഹം പിതാമഹനാണ്. എങ്ങനെയുള്ളയാള്? എന്നോട്, ഞങ്ങളോട് ഏറെ കാരുണ്യമുള്ളവൻ. സന്നോ ജയസ്യ ദാതാസ്യാൻ മന്ത്രസ്യ ച ദൃഢവ്രതഃ. അദ്ദേഹം ഞങ്ങളുടെ വിജയത്തിന്റെ ദാതാവാണ്. അതിന് വേണ്ടുന്നതായ ഉപദേശം നൽകുന്നവനാണ്.
അദ്ദേഹം ദൃഢവ്രതനാണ്. അദ്ദേഹത്തിൻ്റെ വ്രതത്തിന് ഒരിക്കലും ഭംഗമില്ല. പറഞ്ഞ വാക്ക് അദ്ദേഹം പരിപാലിച്ചിരിക്കും. അദ്ദേഹത്തിൻ്റെ നിഷ്ഠയെ അദ്ദേഹം പരിപാലിച്ചിരിക്കും. ഒരു സാഹചര്യത്തിലും അതിൽ നിളക്കമുണ്ടാവില്ല. ആ ബ്രഹ്മചര്യ വ്രതത്തെ തന്നെ അദ്ദേഹം പരിപാലിച്ചതിൻ്റെ ആ സന്ദർഭം നമ്മൾ നേരിട്ട് കണ്ടതാണ്. കൗരവ കുടുംബത്തിൽ സന്തതിയില്ലാതെ വന്നപ്പോൾ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന സത്യവതി ഭീഷ്മനെ മകനോട് ഉപദേശിച്ചു അംബികയെയും അംബാലികയെയും വിവാഹം കഴിക്കാൻ. അങ്ങനെ ആ വംശത്തെ നിലനിർത്താൻ ഭീഷ്മൻ പറഞ്ഞു, അത് സാധ്യമല്ല. എൻ്റെ വാക്ക്, എൻ്റെ പ്രതിജ്ഞ അത് മാറ്റുക സാധ്യമേ അല്ല. ഇനി അമ്മ സമ്മതിക്കുമെങ്കിൽ ഞാൻ അതിന് വേറൊരു ഉപായം പറഞ്ഞു തരാം. അമ്മയുടെ പുത്രനായിരിക്കുന്ന വ്യാസനെ വരുത്തുക. ഇതാണ്, ദൃഢവ്രതനാണ് അദ്ദേഹം. അതാണ്, ആ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ യുധിഷ്ഠിരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയുള്ള അദ്ദേഹത്തെ എങ്ങനെ ഞാൻ സംഹരിക്കും? അദ്ദേഹം ബാലാഹ പിത്രാവിഹീനാശ്ച തേന സംവർദ്ധിതാവയം. അച്ഛനില്ലാതെ വളർന്ന ബാലകന്മാരാണ് ഞങ്ങൾ 5 പേര്. അച്ഛൻ്റെ ലാളനം എന്തെന്ന് ഞങ്ങൾക്ക് അറിയാനുള്ള ഭാഗ്യമുണ്ടായില്ല. അങ്ങനെയുള്ള ഞങ്ങൾക്ക് അച്ഛൻ്റെ സ്നേഹം എന്താണ് എന്ന് പറഞ്ഞു തന്ന്, പകർന്നു തന്ന്, അനുഭവപ്പെടുത്തി തന്ന്, ഞങ്ങളെ സംരക്ഷിച്ച് ഞങ്ങളെ വളർത്തിയെടുത്തയാളാണ് അദ്ദേഹം. ഞങ്ങൾക്ക് ഏറെ കടപ്പാടുണ്ട് പിതാമഹനോട്. പിതാമഹൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വെറും ഒരു സ്ഥാനമല്ല, അദ്ദേഹത്തിൻ്റെ ഓരോ ശ്വാസവുമാണ് പിതാമഹൻ എന്നുള്ളതായ ആ അത്ഭുതകരമായിരിക്കുന്ന പദവി. അതുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. പിതരമിഷ്ടം ച, ശരിക്ക് എൻ്റെ പിതാവിൻ്റെയും പിതാവാണ് അദ്ദേഹം. അങ്ങനെയിരിക്കുന്ന അദ്ദേഹത്തെ പാണ്ഡുവിൻ്റെ പോലും പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നയാളാണ് ഭീഷ്മൻ. അങ്ങനെ മുത്തച്ഛൻ, അങ്ങനെ പിതാമഹൻ, അങ്ങനെ പിതാവിനും പിതാവായിരിക്കുന്ന അദ്ദേഹത്തെ കൊല്ലേണ്ട സാഹചര്യം വന്നു പോയിരിക്കുന്നു. യഥാർത്ഥത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ കർമ്മഗതി അതാണ്. ധിഗസ്തു ക്ഷത്ര ജീവികാം. ക്ഷത്രിയന്റെ ഈ രീതിയിലുള്ളതായ ജീവിതത്തെ ഞാൻ നിന്ദിക്കുന്നു. ഇതിപ്പോൾ ചെയ്യേണ്ടി വന്നുപോയി. എന്തുകൊണ്ട്? ഞാൻ ക്ഷത്രിയനാകൊണ്ട്. ക്ഷത്രിയന്റെ കർമ്മമാണിത്. ഈ ഗതികേട് അത് ഞാൻ ചെയ്യേണ്ടതായ ആ ചുമതല മൂലം വന്നു ചേർന്നിരിക്കുന്നു. അത് കൈവിടാനാവില്ല ചുമതലയെ. അതിനാൽ ഈ ക്ഷത്രിയത്വത്തെ തന്നെ ഞാൻ നിന്ദിക്കുന്നു എന്ന് ദുഃഖത്തോടുകൂടി കൃഷ്ണനോട് പറയുന്നു യുധിഷ്ഠിരൻ. പക്ഷേ ഭീഷ്മനെ സംഹരിക്കാനുള്ള മാർഗം തയ്യാറാക്കേണ്ടത് അനിവാര്യതയായി പോയി. അതുകൊണ്ട് അതല്ലാതെ വേറൊരു പോംവഴിയില്ല. ഈ അവസരത്തിൽ ഭഗവാനായിരിക്കുന്ന കൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിനോട് അനുജന്മാരുടെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, രോചതേ മേ മഹാപ്രാജ്ഞ രാജേന്ദ്ര തവ ഭാഷിതം. അല്ലയോ നല്ല അറിവുള്ളവനായിരിക്കുന്ന രാജാവേ, രാജേന്ദ്ര ചക്രവർത്തി, അല്ലയോ ചക്രവർത്തി, അങ്ങയുടെ ഈ വാക്കുകളെ ഞാൻ ആനന്ദത്തോടെ സ്വീകരിക്കുന്നു. അതെനിക്ക് ഏറ്റവും യുക്തമെന്ന് തോന്നുന്നു. ഞാൻ സമ്മതിക്കുന്നു. ദേവവ്രതൻ ഭാഗ്യശാലിയാണ്. അദ്ദേഹം കരുത്തനാണ്. പ്രേക്ഷിതേനാമി നിർദ്ദഹേത്. അദ്ദേഹം ഒന്ന് നോക്കിയാൽ മതി, ഏതൊരു വലിയ സൈന്യവും കത്തിച്ചാമ്പലായി പോവും. അദ്ദേഹം ആയുധമെടുത്ത് പ്രയോഗിക്കേണ്ട കാര്യം പോലുമില്ല. അത്ര കണ്ട കരുത്തുള്ളയാളാണ് അദ്ദേഹം. അങ്ങനെയുള്ള അദ്ദേഹത്തെ ആ കൗരവന്മാരുടെ അധിനായകൻ എന്നുള്ള, സർവസൈന്യാധിപൻ എന്നുള്ള ആ പദവിയിൽ നിന്നിട്ട് മാറ്റേണ്ടത് ആവശ്യമായി പോയി. അതിനാൽ ഗമ്യതാംസവധോപായം പ്രഷ്ടും സാഗരഗാസുതഃ. ആ ഗംഗയുടെ പുത്രനോട്
അദ്ദേഹത്തിൻ്റെ വധത്തിനുള്ളതായ ഉപായം എന്ത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് പോകാം എന്ന് ഭഗവാൻ പറഞ്ഞു. ഏതൊരു തീരുമാനവും കൈക്കൊള്ളുന്നത് ഭഗവാനാണ്. ഭഗവാന്റെ അഭിപ്രായം എന്തോ അത് പ്രവർത്തിക്കുക, അതാണ് പാണ്ഡവന്മാർ ചെയ്യുന്നത്. ധാർമ്മികന്മാരെപ്പോഴും അങ്ങനെയാണ്. സർവവും ഭഗവാനിൽ സമർപ്പിക്കും, ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കും. തൻ്റെ ബുദ്ധിയിൽ തോന്നിയത് യുധിഷ്ഠിരൻ ഭഗവാനോട് പറഞ്ഞു. ഭഗവാൻ അത് ഏറ്റവും നല്ലതാണ് എന്ന് കണ്ടിട്ട് സ്വീകരിച്ചു, സമ്മതിച്ചു. അത് പ്രവർത്തിപ്പിക്കാമെന്ന് പറഞ്ഞു. നേരെ ഭീഷ്മ സമീപത്തേക്ക് പോവുക, ആ രാത്രിയിൽ തന്നെ എന്ന് അദ്ദേഹം പറഞ്ഞു. അവർ 6 പേരുമായിട്ട് ഉടനെ പുറപ്പെടുകയാണ്. ഏവമാമന്ത്ര്യതേ വീരാഹ പാണ്ഡവാ പാണ്ഡുപൂർവജം. പാണ്ഡുവിൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന, പാണ്ഡുവിൻ്റെ പൂർവജനായിരിക്കുന്ന ആ മഹാത്മാവിനെ കാണുന്നതിന് വേണ്ടിയിട്ട് പാണ്ഡവന്മാർ, വീരന്മാരായിരിക്കുന്ന പാണ്ഡവന്മാർ ഇങ്ങനെ പരസ്പരം സംസാരിച്ച് തീരുമാനമെടുത്തിട്ട് വാസുദേവനോടൊപ്പം അവിടെ നിന്നിട്ട് പുറപ്പെട്ടു. എങ്ങനെ? വിമുക്ത ശസ്ത്ര കവച. ആ രാത്രി തന്നെ ആയുധങ്ങളൊന്നുമില്ലാതെ, പടച്ചട്ട പോലുമില്ലാതെ അവർ 6 പേരുമായിട്ട് ഭീഷ്മന്റെ കൈനിലയിലെത്തി. അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അവർ വരുന്ന കണ്ട് ഭീഷ്മന് സന്തോഷമാണ് ഉണ്ടായത്.